ഹലോ മക്കളെ, അപ്പോൾ നമ്മൾ +2 എക്കണോമിക്സ് ഒക്കെ പഠിച്ചു തുടങ്ങിയിട്ടുണ്ടാവും അല്ലേ? നമുക്കറിയാം +2 നമ്മൾ 2 ബുക്കായിട്ടാണ് എക്കണോമിക്സ് പഠിക്കുന്നത്, മൈക്രോ എക്കണോമിക്സും മാക്രോ എക്കണോമിക്സും. അപ്പോൾ ഇതിൽ മൈക്രോയിലെ ആദ്യത്തെ ചാപ്റ്റേഴ്സ് ഒക്കെ നിങ്ങൾ പഠിച്ചു തുടങ്ങിയിട്ടുണ്ടാവും സ്കൂളിലൊക്കെ. ഇപ്പോൾ തന്നെ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായിട്ടുണ്ടാവും, +1 എക്കണോമിക്സുമായിട്ട് യാതൊരു ബന്ധമില്ല നമ്മൾ പഠിക്കുന്ന +2 എക്കണോമിക്സ് എന്നുള്ളത്. അപ്പോൾ +2 എക്കണോമിക്സ് പഠിച്ചു തുടങ്ങുന്ന സമയത്ത് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്നുള്ളത്, മൈക്രോ എക്കണോമിക്സും മാക്രോ എക്കണോമിക്സും തമ്മിലുള്ള വ്യത്യാസമാണ്. എന്താണ് മൈക്രോ എക്കണോമിക്സ്, എന്താണ് മാക്രോ എക്കണോമിക്സ് എന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം +2 നമ്മുടെ മൈക്രോയും മാക്രോയും നമ്മൾ പഠിച്ചു തുടങ്ങാനായിട്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഏറ്റവും സിമ്പിൾ ആയിട്ട് നമ്മൾ നോക്കാൻ പോവാണ് മൈക്രോ എക്കണോമിക്സും മാക്രോ എക്കണോമിക്സും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളത്. ഇപ്പൊ എക്കണോമിക്സിനെ മൊത്തത്തിൽ നമുക്കൊരു മരം ആയിട്ട് സങ്കല്പിക്കുകയാണെങ്കിൽ, നമ്മൾ ഈ മരത്തിലെ ഓരോ വേരുകളെ കുറിച്ചും ഓരോ ഇലകളെ കുറിച്ചും മാത്രം നമ്മൾ പഠിക്കുകയാണ്, അനലൈസ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അതാണ് മൈക്രോ എക്കണോമിക്സ്. ഇനി അതല്ല, ആ മരത്തെ മൊത്തമായിട്ടാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതാണ് മാക്രോ എക്കണോമിക്സ്. നമ്മുടെ എക്കണോമിക്സിന്റെ 2 ബ്രാഞ്ചസ് ആണ് മൈക്രോ എക്കണോമിക്സും മാക്രോ എക്കണോമിക്സും. അപ്പൊ ഇത് രണ്ടിന്റെയും മീനിങ് എന്താണ് എന്നുള്ളത് നമുക്ക് വിശദമായിട്ട് തന്നെ നോക്കാം. മൈക്രോ എക്കണോമിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എക്കണോമിയിലെ ഓരോരോ ഇൻഡിവിജ്വൽ യൂണിറ്റുകളെ മാത്രം എടുത്തു വെച്ച് പഠിക്കുന്ന ഒരു സ്റ്റഡിയാണ് മൈക്രോ എക്കണോമിക്സ്. പക്ഷേ എക്കണോമി ആസ് എ ഹോൾ, അതായത് എക്കണോമി മൊത്തത്തിലാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത് അല്ലെങ്കിൽ പഠിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതാണ് മാക്രോ എക്കണോമിക്സ്. അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ മൈക്രോ എക്കണോമിക്സ് സ്റ്റഡി ചെയ്യുന്നത് എക്കണോമിയിലെ ഇൻഡിവിജ്വൽ യൂണിറ്റുകളെയാണ് അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു കൺസ്യൂമർ, ഒരു ഫേം, ഒരു മാർക്കറ്റ്, ഇങ്ങനെയുള്ള ഇൻഡിവിജ്വൽ യൂണിറ്റുകളെ കുറിച്ചാണ് നമ്മുടെ മൈക്രോ അനലൈസ് ചെയ്യുന്നത്. അതായത് ഒരു കൺസ്യൂമർ ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ എങ്ങനെയാണ് ഡിസിഷൻ എടുക്കുന്നത്, ഒരു പ്രൊഡ്യൂസർ അവരുടെ പ്രോഡക്റ്റിന് എങ്ങനെയാണ് പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യുന്നത്, ഇങ്ങനെയുള്ള ഡിസിഷൻസ്, ഇങ്ങനെയുള്ള ഇൻഡിവിജ്വൽ കാര്യങ്ങൾ മാത്രമാണ് മൈക്രോ എക്കണോമിക്സ് സ്റ്റഡി ചെയ്യുന്നത്. പക്ഷെ മാക്രോയിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ എക്കണോമിയെ മൊത്തത്തിലാണ് അനലൈസ് ചെയ്യുന്നത്, അഗ്രിഗേറ്റ് എക്കണോമിയാണ് അനലൈസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ എക്കണോമിയിൽ നമ്മുടെ നാഷണൽ ഇൻകം, നാഷണൽ പ്രോഡക്ഷൻ, അതുപോലെ തന്നെ നമ്മുടെ ടോട്ടൽ എംപ്ലോയ്മെന്റ് ലെവല്, ഇങ്ങനെ എക്കണോമി മൊത്തത്തിൽ ബാധിക്കുന്ന കാര്യങ്ങളെയാണ് നമ്മുടെ മാക്രോ എക്കണോമിക്സ് അനലൈസ് ചെയ്യുന്നത്. ഇൻഫ്ലേഷൻ, ഡീഫ്ലേഷൻ, GDP, പ്രൈസ് ലെവൽ, ഇതുപോലെയുള്ള യൂണിറ്റുകളെ കുറിച്ചാണ് മാക്രോ എക്കണോമിക്സ് പഠിക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് കൂടി നോക്കാം. ഒരു പെന്നിന്റെ പ്രൊഡ്യൂസർ അയാളുടെ പെന്നിന് എത്ര വിലയിടണം എന്ന് തീരുമാനിക്കുന്നു, എത്ര പെന്ന് പ്രൊഡ്യൂസ് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നു. ഒരു കൺസ്യൂമർ ഒരു കഫേയിൽ പോയി ടീ വേണോ കോഫി വേണോ പർച്ചേസ് ചെയ്യാൻ എന്നുള്ള ഡിസിഷൻ എടുക്കുന്നു. ഇതൊക്കെയാണ് നമ്മുടെ റിയൽ ലൈഫിലെ മൈക്രോ എക്കണോമിക് സിറ്റുവേഷൻസ്. ഇനി ഒരു രാജ്യത്തിന്റെ ഇൻഫ്ലേഷൻ എന്തുകൊണ്ടാണ് ഉയരുന്നത്, എന്താണ് നമ്മുടെ രാജ്യത്തിന്റെ GDP, അതുപോലെ തന്നെ ടോട്ടൽ എംപ്ലോയ്മെന്റ് അല്ലെങ്കിൽ അൺഎംപ്ലോയ്മെന്റ് ലെവൽ എങ്ങനെയാണ് ഗവൺമെന്റ് കൺട്രോൾ ചെയ്യുന്നത്, ഗവൺമെന്റ് എങ്ങനെ ഇൻഫ്ലേഷനും ഡീഫ്ലേഷനും തക്ക സമയത്ത് കൺട്രോൾ ചെയ്യുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ അതാണ് മാക്രോ എക്കണോമിക്സ്. ഇനി നമ്മൾ മൈക്രോയുടെയും മാക്രോയുടെയും വ്യൂ പോയിന്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, മൈക്രോ എക്കണോമിക്സിനെ നമ്മൾ പറയുന്നത് വേർംസ് ഐ വ്യൂ എന്നാണ്. അതായത് ഒരു പുഴു താഴെ കൂടെ പോകുമ്പോൾ മേലേക്ക് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയ മാത്രമേ അതിന് കാണാൻ സാധിക്കുള്ളൂ. അതുപോലെയാണ് നമ്മുടെ മൈക്രോയുടെ സ്കോപ്പും വളരെ ലിമിറ്റഡ് ആണ്. അതായത് ഇൻഡിവിജ്വൽ യൂണിറ്റുകളെ കുറിച്ചാണ് മൈക്രോ സ്റ്റഡി ചെയ്യുന്നത്. ഇനി മാക്രോ എക്കണോമിക്സിനെ നമ്മൾ പറയുന്നത് ബേർഡ്സ് ഐ വ്യൂ എന്നാണ്. അതായത് ഒരു പക്ഷി മേലെ കൂടെ പറന്നു പോകുമ്പോൾ താഴേക്ക് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച വളരെ വിശാലമായിട്ടുള്ള ഒരു ഏരിയ അതിന് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ വൈഡാണ് നമ്മുടെ മാക്രോ എക്കണോമിക്സിന്റെ സ്കോപ്പും. അതായത് നമ്മൾ മാക്രോ എക്കണോമിക്സിൽ പഠിക്കുന്നത് എക്കണോമിയെ മൊത്തത്തിലാണ്. ഇനി എന്തിനാണ് നമ്മൾ ഈ മൈക്രോ എക്കണോമിക്സും മാക്രോ എക്കണോമിക്സും പഠിക്കുന്നത്? മൈക്രോ എക്കണോമിക്സിൽ നമുക്കറിയാം ഈ ബിസിനസ്സുകളെയും അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ കൺസ്യൂമേഴ്സിനെയും ഒക്കെ വളരെ സ്മാർട്ടായിട്ട് ഡിസിഷൻ എടുക്കാനായിട്ട് മൈക്രോ ഹെൽപ്പ് ചെയ്യും. ഇനി മാക്രോ ആണെങ്കിൽ ഗവൺമെന്റ് തക്ക സമയത്ത് കൃത്യമായിട്ടുള്ള പോളിസീസ് ഫ്രെയിം ചെയ്യണം, അതുപോലെ തന്നെ എക്കണോമീനെ കൺട്രോൾ ചെയ്യണം. അപ്പൊ ഇതിനു വേണ്ടിയിട്ടാണ് മാക്രോ പഠിക്കുന്നത്. അപ്പൊ ഇനി നെക്സ്റ്റ് ടൈം നമ്മൾ GDP, ഇൻഫ്ലേഷൻ, നാഷണൽ ഇൻകം, ഡീഫ്ലേഷൻ എന്നൊക്കെ കേൾക്കുന്ന സമയത്ത് അത് മാക്രോ എക്കണോമിക്സ് ആണ്. അതുപോലെ തന്നെ ഒരു ഇൻഡിവിജ്വൽ കൺസ്യൂമർ ഒരു ഡിസിഷൻ എടുക്കുന്നു എന്ന് പറയുന്ന സമയത്ത് അത് മൈക്രോ എക്കണോമിക്സ് ആണ്. ഇപ്പൊ മാക്രോ എക്കണോമിക്സ് എന്താണ്, മൈക്രോ എക്കണോമിക്സ് എന്താണെന്ന് എല്ലാവർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അങ്ങനെയാണെങ്കിൽ ഒരു കമ്പനി ഒരു സോപ്പ് പ്രൊഡ്യൂസ് ചെയ്യാണ്, അതിന് പ്രൊഡ്യൂസർ ഒരു പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യാണ്. ഇത് എന്ത് ഡിസിഷനാണ്, മൈക്രോ ആണോ മാക്രോ ആണോ എന്നുള്ളത് താഴെ എല്ലാവരും കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ കൊമേഴ്സ് സിമ്പിൾ ആയിട്ട് പഠിക്കാൻ നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.